12 മാസങ്ങളുടെ പേര്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജനിച്ചു മദീനയിൽ ബാക്കി കാലവും കൂടി ചെലവഴിച്ച ഇസ്ലാമിക ചരിത്രത്തിലെ പ്രബോധന മേഖലയിൽ പ്രബോധന വേളയിൽ മാത്രം ഉണ്ടാക്കിയെടുത്ത മുഹറമിൽ തുടങ്ങി ദുൽഹിജ്ജയിൽ അവസാനിക്കുന്ന 12 മാസം അത് മുത്തു റസൂലുള്ളാഹിന്റെ ജീവനകാലത്ത് തുടങ്ങി വെച്ചതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൂടാ. അങ്ങനെയല്ല. പരിശുദ്ധ മുഹറം മാസങ്ങളുടെ എണ്ണം 12 ആണ്. ആ 12 മാസങ്ങളെ അല്ലാഹു അങ്ങനെ പടച്ചതാണ്. അതാണ് അതിന്റെ ബറക്കത്ത്. ഈ 12 മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റേത് എന്ന് പരിചയപ്പെടുത്തിയ മാസം പരിശുദ്ധ മുഹറമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വലാത്തിലേക്ക് എന്ത് ഭംഗിയുണ്ടാവും കേൾക്കാൻ. വഴങ്ങുന്നുള്ളത് കേൾക്കണ്ട, വഴന്ന് നിങ്ങളൊന്നും വിചാരിക്കണ്ട, അതൊന്നും കേൾക്കണ്ട. അബൂ താഹിർ ഫൈസി ചിലപ്പോ അള്ളാഹു തള്ളാം, അബൂ താഹിറിന്റെ വഴങ്ങും അള്ളാഹു തള്ളിക്കളയാം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹ് തള്ളാം. പക്ഷേ അബൂ താഹിറാണെങ്കിലും കേൾക്കുന്ന നിങ്ങളാണെങ്കിലും നാവ് കൊണ്ട് പറയുന്ന സ്വലാത്തിനെ പടച്ച റബ്ബ് തട്ടില്ല. നബി മുഹമ്മദ് റസൂലുള്ളാഹി എന്റേത് എന്ന് എന്റെ മാസം എന്ന് അല്ലാഹ് പറഞ്ഞത് എന്റെ മാസമാണ്, ഇത് എന്റെ മാസമാണ്, നിങ്ങൾ ആദരിക്കണേ ബഹുമാനിക്കണേ എന്ന് പടച്ച റബ്ബ് 12 മാസങ്ങളിൽ നിന്ന് അല്ലാഹു ആദരിച്ച് തെരഞ്ഞെടുത്ത മാസത്തിലാണ് മുഅ്മിനെ റഹ്മത്തുൽ ലിൽ ആലമീനായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് സുബ്ഹിയുടെ ജമാഅത്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊടക്കാടുള്ള ഹാമിദാറ്റ് കോയ തങ്ങളുടെ മാസാന്ത സ്വലാത്ത് മജ്ലിസിലേക്ക് വന്നതെന്തിനെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാനാ. അത് ഇപ്പൊ തുടങ്ങിയതല്ല, ആറ്റക്കോയത്തങ്ങനെ തുടങ്ങി വെച്ചതല്ല, മറ്റേതെങ്കിലും ഉസ്താദുമാരുടെ വകയല്ല. ഹബീബായ റസൂലുള്ളാഹി ജീവിക്കുന്ന കാലത്ത് അഷ്റഫുൽ ഖൽഖിന്റെ മുന്നിലേക്ക് ഒരു സ്വഹാബി ചെന്ന് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അഷ്റഫുൽ ഖൽഖി നബി തങ്ങളെ, അല്ലാഹ് ആദരിച്ച നബി തങ്ങളെ, എനിക്ക് അങ്ങയെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, എനിക്ക് അങ്ങയോട് വല്ലാത്ത മുഹബ്ബത്താണ് റസൂലേ. അല്ലാഹുവിന്റെ റസൂല് തിരിച്ചൊന്നും പറഞ്ഞില്ല. ഹബീബേ, ഞാൻ വന്നതെന്തിനെന്നറിയോ? ഈന്തപ്പനയോടെ കൊണ്ട് മറച്ചു കെട്ടിയ മദീന പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മണിമുത്തുകള വാരിയെടുത്തു ജീവിതത്തിൽ പകർത്തി ജല്ല ജലാലായ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗം കിട്ടാൻ കൊതിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഞാൻ അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ വന്നതാണ് റസൂലേ. ഒരു ഉദ്ദേശവുമില്ല, എനിക്ക് വേറെ ഒരു നിയ്യത്തുമില്ല. അല്ലാഹുവിന്റെ നബിയേ, ഞാൻ അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി കടന്നു വന്നതാണ്. എങ്ങനെയാണ് ചൊല്ലേണ്ടത്? എപ്പോഴാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? എത്രയാണ് ചൊല്ലേണ്ടത് നബിയേ? അങ്ങ് പറയുന്ന പോലെ ഉബയ്യ് ഇബ്നു കഅബ് സ്വലാത്ത് ചൊല്ലാൻ ഒരുക്കമാണ് റസൂലേ. ഉബയ്യിനൊന്ന് പറഞ്ഞു തരുമോ? ഞാൻ എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഒരു ദിവസത്തിലെ 4-1 ഭാഗം ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെയോ? സുബഹിന് 1 മണിക്കൂർ ഓൺലൈനിൽ തങ്ങളോട് സ്വലാത്ത് ചൊല്ലുന്ന സമയമല്ല. മഗ്രിബിന് ശേഷം നൂറെ ഹബീബിന്റെ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ഇത്തിരി പോന്ന മൊബൈൽ മുന്നിൽ വെച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ ഭയങ്കര സ്വലാത്തിന്റെ ആളാന്ന് പറയലല്ല. ആദരവായ റസൂലുള്ളാഹിന്റെ
ഭംഗിയുള്ള വട്ടമുഖത്ത് നോക്കിയിട്ട് ആ സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, എന്റെ ദിവസത്തിന്റെ 4 ഭാഗം ഞാൻ അങ്ങയുടെ പേര് പറയട്ടെയോ നബിയേ? മുത്തു റസൂലുള്ളാഹിന്റെ മറുപടി വന്നത്, ഉബയ്യേ ഫഇൻ സിത്താ ഫഹുവ ഖൈറുൽ ലക. തിരക്കിടില്ല, കുഴപ്പമില്ല ഉബയ്യേ, പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അധികരിപ്പിച്ചാൽ നിനക്ക് നല്ലതാ. ഉമ്മമാരെ, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇവിടെ ഒരുമിച്ച് കൂടി പ്രിയപ്പെട്ട വാപ്പ, മറക്കരുതേ ഞാൻ ഈ പറഞ്ഞ വാക്കിനെ. സ്വലാത്തുന്ന് കഴിയും, അല്പസമയം കഴിഞ്ഞാൽ അബൂ താലിബ് ഫൈലിയുടെ പ്രസംഗവും കഴിയും. പക്ഷേ ഈ പറഞ്ഞ ഹദീസിനെ മറക്കരുതേ. 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, ഒരു ദിവസത്തിലെ 24 മണിക്കൂറിനെ 4ആയി ഭാഗിച്ചിട്ട് അതിനൊരു ഭാഗം ഹബീബേ ഞാൻ അങ്ങയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലട്ടെയോ റസൂലേ? മുത്തിന്റെ മറുപടി വന്നത്, അധികരിപ്പിച്ചാൽ നിനക്ക് നല്ലതാവുകയേ. ആ സ്വഹാബി പറഞ്ഞു, നബിയേ 3 ഭാഗമാക്കിയാലോ? അപ്പോഴും മുത്തുനബി നിർത്താൻ പറഞ്ഞില്ല. ഫഇൻ സിത്താ ഫഹുവ ഖൈറുൽ ലക. അധികരിപ്പിച്ചാൽ നിനക്ക് ഖൈറാണ്. തേനിന് കൗണ്ടറുമായി ബന്ധത്തില്ല അല്ലേ? ആരാണ്? ബുഷറ പൂക്കാട് അല്ലേ? ഓക്കെ. ബുഷറ പൂക്കാട് എന്ന സഹോദരിയെ അന്വേഷിച്ച് സക്കീന എന്ന് പറയുന്ന സഹോദരി, ഇനി എന്തായിരിക്കും മനസ്സിലായില്ല. അപ്പൊ ബുഷറ അവിടെ ഉണ്ടെങ്കിൽ ബുഷറാക്ക് അറിയാലോ ആരായിരിക്കും അത്. ചിലപ്പോൾ സക്കീന ആവാം, സക്കീറ ആവാം, അതേപോലുള്ള പേര് എന്തോ ആവാം. ഏതായാലും ഇവിടെ അന്വേഷിക്കുന്നു.